SIT അന്വേഷണം നടക്കുന്നു. SITക്ക് നമുക്കറിയാം എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ള തെളിവുകൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ അറസ്റ്റിലേക്ക് മറ്റു പരിശോധനകളിലേക്കൊക്കെ കടന്നിരിക്കുന്നത്, എന്തൊക്കെ മൊഴികളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ED ഇനി എങ്ങനെ നീങ്ങും എന്നുള്ളത് കൂടിയാണ്. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള സാധ്യത, ED അന്വേഷണം എങ്ങനെയായിരിക്കും, എല്ലാ പ്രതികളെയും തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ്. സുനിൽ, കേൾക്കാമോ? ഒരിക്കൽ കൂടി ED അന്വേഷണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം മുഴുവൻ പ്രതികളെയും പ്രതി ചേർത്തുകൊണ്ട് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കാനുള്ള സാധ്യതയാണോ? എന്തായാലും ED എത്തുന്നു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ED എന്ത് നീക്കങ്ങളാണ്, എന്ത് നടപടികളാണ് ഉണ്ടാവുക എന്നത് അറിയേണ്ടതുണ്ട്. അങ്ങനെ അത്തരം വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും EDയുടെ വൃത്തങ്ങൾ കൃത്യമായൊരു സ്ഥിരീകരണമൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും അവർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത എന്നത് കൃത്യമായ സ്ഥിരീകരണം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇതിന്റെ നിലവിലെ കേസ് ഫയലുകൾ അടക്കമുള്ളവ ED പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ED കടക്കുക.